ആറളഫാം റോഡിൽ വെച്ച് കലമാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പേരാവൂർ സ്വദേശി കെ പ്രസാദിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ വീട്ടിലെത്തി സന്ദർശിച്ചു. കീഴ്പള്ളിയിലെ ടെക്സ്റ്റൈൽസ് ജീവനക്കാരനായ പ്രസാദ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ, പേരാവൂർ മേഖലാ പ്രസിഡന്റ് എസ് ബഷീർ, നേതാക്കളായ കുര്യൻ പൂവത്തിങ്കൽ, റഷീദ് പാനേരി, തോമസ് പി സി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രസാദിനെ സന്ദർശിച്ചത്. സാധാരണ കുടുംബാംഗമായ പ്രസാദിന്റെ വാരിയലിന് പൊട്ടലുള്ളതിനാൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ്. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പ്രസാദിന്റെ ചികിത്സ സഹായം വനംവകുപ്പ് അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്നും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജനങ്ങൾ പൊറുതിമുട്ടുന്ന ഒരു വിഷയമാണ് വന്യമൃഗ ശല്യം എന്നെല്ലാവർക്കും അറിയാം. കാർഷിക വിളകൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ ആളുകളെ ആക്രമിക്കുക, ഇതൊക്കെ പതിവായിട്ടുണ്ട്. ഇത് ജനവാസ കേന്ദ്രങ്ങളിൽ വിവിധ രൂപത്തിലുള്ള വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത്, ആക്രമിക്കാത്തത്, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ശല്യം വലിയ രൂപത്തിൽ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി വിലസുന്ന ഒരവസ്ഥയുള്ളത്. കഴിഞ്ഞ ദിവസം കീഴ്പള്ളിയിലുള്ള കച്ചവടക്കാരൻ പ്രസാദ് സ്ഥാപനം പൂട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആറളഫാമിൻ്റെ പരിസരത്ത് വെച്ച് മാന് കുറുകെ ചാടി വാഹനത്തിൽ ചാടുകയും അദ്ദേഹം വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിത്യസംഭവങ്ങളാണ്. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഞങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്, നമുക്ക് സ്വതന്ത്രമായി വ്യാപാരം ചെയ്യണം, സ്വതന്ത്രമായി ജീവിക്കണം, അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള അക്രമങ്ങളിൽ പരിക്ക് പറ്റുന്ന ആളുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം, ചികിത്സാ ചെലവടക്കമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ വനം വകുപ്പ് ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ ആവശ്യം ഉന്നയിക്കുക. ആവശ്യമായി വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരങ്ങൾക്ക് ഏകോപന സമിതി നേതൃത്വം നൽകേണ്ടി വരും. അതുകൊണ്ട് ഈ വന്യമൃഗ ശല്യം അവസാനിപ്പിക്കാനുള്ള നടപടി വേണം. വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സംവിധാനം കൂടി സർക്കാർ ഒരുക്കണം എന്നാണ് ഏകോപന സമിതിക്ക് പറയാൻ. വന്യജീവി ശല്യത്തിനും തുടർച്ചയായി ഉണ്ടാവുന്ന ഇത്തരം അക്രമങ്ങൾക്കുമെതിരെ അടിയന്തര നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ ആവശ്യപ്പെട്ടു.